UPSC സിവിൽ സർവീസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പൊതുവേ അവരുടെ ഉള്ളിൽ വരുന്നൊരു ഡൗട്ടാണ് ഈ പ്രിപ്പറേഷനോടൊപ്പം വേറെ പരീക്ഷകൾ പ്രിപ്പയർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അതിൽ നമ്മുടെ ഉള്ളിൽ വരുന്നൊരു ജെന്യൂൻ ആയിട്ടുള്ളൊരു കൺസേൺ ആണ്, ഒരു വേസ്റ്റ് സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു അൺഫോർച്ചുനേറ്റ് സിറ്റുവേഷനിൽ ഈ ഒരു പരീക്ഷ ക്രാക്ക് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഇതിനോടൊപ്പം നമുക്ക് എളുപ്പത്തിൽ കയറാൻ പറ്റുന്ന വേറെ ഏതെങ്കിലും പരീക്ഷ ഉണ്ടോ എന്നുള്ളത്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പരീക്ഷയാണ് +2 ശേഷം സിവിൽ സർവീസസിൻ്റെ ഒരു ബേസിക് ഫൗണ്ടേഷൻസ് ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ എഴുതി കയറാൻ പറ്റുന്ന നാഷണൽ ഡിഫൻസ് അക്കാഡമി എക്സാം എന്ന് പറയുന്നത്. ഒരു സിവിൽ സർവീസ് ഫൗണ്ടേഷൻ ഉണ്ടെങ്കിൽ വെറുതെ എഴുതിയാൽ പോലും കിട്ടാൻ പറ്റാവുന്ന ഒരു പരീക്ഷയാണ്. ഇനി നിങ്ങളൊരു ഗ്രാജുവേറ്റ് ആണ്, സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്ത ആളുകളാണെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ എഴുതാൻ പറ്റുന്ന ഒരു പരീക്ഷയാണ് IFOS എക്സാം എന്ന് പറയുന്നത്, ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് എക്സാം. ഈ IFOS എക്സാമിൻ്റെ പ്രിലിമിനറി പരീക്ഷ എന്ന് പറയുന്നത് സിവിൽ സർവീസിൻ്റെ പരീക്ഷയോടൊപ്പം തന്നെ നടത്തുന്നതാണ്. സെയിം പരീക്ഷ തന്നെയാണ്, കട്ട് ഓഫിൽ ഡിഫറൻസ് ഉണ്ടാവുന്നേ ഉള്ളൂ. മെയിൻസ് പരീക്ഷയിലോട്ട് വരുന്ന സമയത്ത് ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ഓപ്ഷണൽ പേപ്പേഴ്സ്, കമ്പൾസറി പേപ്പേഴ്സ് എന്ന് പറയുന്ന രൂപത്തിൽ വേറൊരു എക്സാം പോലെ തന്നെയായിട്ടാണ് അത് നടത്താറുള്ളത്. പൊതുവെ UPSC പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾ വളരെ എളുപ്പത്തിൽ IFOS ക്രാക്ക് ചെയ്യുന്നതായിട്ട് കാണാറുണ്ട്. ഇതേപോലെ 2 പ്രധാനപ്പെട്ട എക്സാമും കൂടി UPSC നടത്തുന്നുണ്ട്. അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പരീക്ഷയാണ് CDS എക്സാം എന്ന് പറയുന്നത്. UPSCയുടെ അതേ സിലബസ് തന്നെയാണ്, പക്ഷെ കുറച്ച് ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യണമെന്നുള്ളതേ ഉള്ളൂ. അതേപോലെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു എക്സാമാണ് CAPF എക്സാം എന്ന് പറയുന്നത്, സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സസ് എക്സാം. അതിലൂടെ നമുക്ക് ഗ്രൂപ്പ് A, ഗ്രൂപ്പ് B ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോസ്റ്റുകളിലോട്ട് പോകാനായിട്ട് പറ്റും. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ബേസിക് UPSC പ്രിപ്പറേഷൻ ആണ്. നിങ്ങൾ കണ്ടിട്ടുള്ളൊരു കാര്യമാണ്, അതായത് UPSC പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾ പലപ്പോഴും പ്രത്യേകിച്ച് പുതിയൊരു എഫോർട്ടൊന്നും ഇടാതെ തന്നെ ഈ പരീക്ഷകൾ എഴുതി ക്ലിയർ ചെയ്യുന്നതായിട്ട് കാണാറുണ്ട്. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, UPSC എക്സാം ഈസ് ദി മദർ ഓഫ് ഓൾ. ഏത് പരീക്ഷ ആയിക്കോട്ടെ അതിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു മദർ അല്ലെങ്കിൽ ഒരു എന്താ പറയുക, എല്ലാം ചേർന്ന ഒരു പരീക്ഷയായിട്ട് നമുക്ക് UPSCനെ പറയാം. UPSCയുടെ ഒരു കൺസെപ്ഷ്യൽ ക്ലാരിറ്റി ഉണ്ടെങ്കിൽ ഒരുവിധം എല്ലാ തരത്തിലുള്ള പരീക്ഷയും നമുക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. അതിൽ സ്റ്റേറ്റ് ലെവൽ PSCസും അതേപോലെ തന്നെ SSC എക്സാംസും ഉൾപ്പെടും. അതുകൊണ്ട് UPSC പ്രിപ്പറേഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു രീതിയിലും നിങ്ങളുടെ ലൈഫിൽ ഒരു ജോലിയായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കൺസേൺ വരുമെന്ന് പറയുന്ന പേടി എന്തായാലും വേണ്ട.